സംഭവം 2 ദിവസം മുമ്പത്തെ കാര്യമാണെങ്കിൽ എനിക്കിത് പറയാതെ വയ്യ ഗൈസ്. കാരണം ഞാനിത് റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസ്. പല ആൾക്കാരും പലതും പറയട്ടെ, അതോടെ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ സിബിൻ കാലേവാരി നിലത്തടിക്കും എന്നുള്ള പ്രയോഗത്തിന് ജിൻഡോ കോപ്പി ചെയ്ത് ഇപ്പോൾ പവർ റൂമിൽ നിന്ന് പുറത്താക്കിയും പണിഷ്മെൻറ്റ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ജിൻഡോനും സിബിനൊക്കെ കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അതിന് മുമ്പും അർജുനാണെങ്കിൽ ഒരു വൃത്തിയായിട്ട് ആക്ട് കാണിക്കുകയും നമ്മുടെ ജാസ്മിൻ ഒരു അന്തം കൊന്തൂല്ലാതെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ജിൻഡോ ഗബ്രി പോയതിനു ശേഷം ജിൻഡോയും ജാസ്മിനായിട്ടുള്ള ഫൈറ്റിൽ ജാസ്മിൻ എന്താ പറയുക, ചാളമേരിക്ക് വെല്ലും എന്നുള്ള രീതിയിൽ വർത്തമാനം പറയുകയും കടിച്ച് തിന്നാൻ പോകുന്ന രീതിയിലുള്ള ഫേസ് എക്സ്പ്രഷൻ കൊടുക്കുകയും പട്ടി എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ലാലേട്ടൻ ഇത് വരുമ്പോൾ ചോദിക്കണം, ലാലേട്ടാ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, കാരണം കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു സംഭവമാണ്, എടി പോടാ എന്നൊക്കെയുള്ള വിളി നിർത്തുക എന്നുള്ളൊരു കാര്യം ലാലേട്ടൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. എടാ പോടാ എന്നുള്ളൊക്കെ വിളിക്ക് നിർത്തൂ കുട്ടി എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ഇപ്പം അതിൻ്റെ കൂടെ എടാ പോടാന്ന് മാത്രമല്ല പട്ടി എന്ന് വിളിക്കുകയും വളരെ മോശമായ രീതിയിൽ ഒരാളെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ കുടുംബ പ്രേക്ഷകർ കുട്ടികളടക്കം കാണുന്ന എത്തിക്സും വാല്യൂവും നിലവാരവും കീപ്പ് ചെയ്ത് പോകുന്ന ഷോയിൽ ഹോസ്റ്റായ ലാലേട്ടൻ വന്നിട്ട് കണ്ടസ്റ്റൻസിനോടും അത് തന്നെ കീപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ജാസ്മിൻ ഇപ്പോൾ ഈ കാണിച്ചതിന് പവർ ടീം ഒരു തേങ്ങയും കൊടുത്തില്ല, ഒരു പണിഷ്മെൻറ്റും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. ലാലേട്ടൻ അതിനെപ്പറ്റി ചോദിക്കണമെന്നും ചോദിച്ചാൽ മാത്രം പോലെ ഉരുണ്ട് പരണ്ട് അത് കളയരുത്, അത് തിരിച്ച് ജിൻഡോൻ്റെ തലയ്ക്ക് വയ്ക്കാനുള്ള ശ്രമം ജാസ്മിൻ നടത്തുമ്പോൾ ലാലേട്ടൻ എൻ്റെ കൂടെ പോയിട്ട് ജിൻഡോ എന്താണ് ജിൻഡോക്ക് പറയാനുള്ളതെന്നുള്ള രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് പോകാതെ ജാസ്മിനോട് ഇത് പോയിന്റ് ഔട്ട് ചെയ്തത് മേലെ ഇങ്ങനെ ഉണ്ടാവരുത്, ഉണ്ടായ ശക്തമായ നടപടി ഉണ്ടാവും എന്ന് അറിയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഗുഡ് ബൈസ്.